നമസ്കാരം, ഞാൻ ആൻ്റണി എബ്രഹാം. ഞാൻ സറയിലെ ഗിൽഫോർഡ് എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ജീവൻ ട്രസ്റ്റിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സോജി അലക്സ്. അദ്ദേഹം ലീഡ്സിൽ ജനറൽ പ്രാക്ടീഷണറാണ്. ജീവൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ വിവിധ വിഷയങ്ങളിൽ ആളുകൾക്ക് അവയർനെസ് കൊടുക്കാനുള്ള വീഡിയോസ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് GP സർവീസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡോക്ടർ സോജി അലക്സ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ഡോക്ടർ സോജി. താങ്ക് യു ഡോക്ടർ, നമുക്കിപ്പോൾ ആദ്യം തന്നെയുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ GP സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യും? പ്രത്യേകിച്ച് നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ GP എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെക്കാൾ ഉപരി എന്തൊക്കെയോ കുറച്ചും കൂടി ആണ് എന്നുള്ളൊരു ധാരണ എനിക്കുള്ളത്. അതൊന്ന് വിശദീകരിക്കാമോ? ഇവിടുത്തെ GP സർവീസ്, GP എന്ന് ജനറൽ പ്രാക്ടീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ്. അതായത് ഒരു പേഷ്യൻ്റ് ആദ്യം ഒരു ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അവിടെ നിന്നാണ് അവർ ഹോസ്പിറ്റലുകളിലോട്ടും ബാക്കി ഹെൽത്ത് സിസ്റ്റം ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ്. അതെല്ലാം മാൻ ചെയ്യുന്നത് പലതരത്തിലുള്ള പല GPകളുടെ നേരത്തേക്ക് ഒരൊറ്റ ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ജനറൽ പ്രാക്ടീസിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ജനറൽ പ്രാക്ടീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഒരു ഫ്രണ്ട് ഡോർ നമുക്ക് വിളിക്കാം. അവിടെ നിന്ന് പിന്നെ പതുക്കെ ഇവിടുന്ന് നമ്മൾ ഡയഗ്നോസിസും ഇനീഷ്യൽ ഒരു അസസ്മെൻറ്റും കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ സ്പെഷ്യാലിറ്റിയിലോട്ട് നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതല്ലാതെ പല കാര്യങ്ങളും ജനറൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ജനറൽ പ്രാക്ടീസിൻ്റെ ഒരു വലിയ ആസ്പെക്റ്റാണ്. ലോങ് ടൈം ആൾക്കാരെ ഏർലി ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിസീസസ് അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് അവർ ഡയറക്റ്റ് ചെയ്യുക എന്ന് മുതൽ പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ ചൈൽഡ് ഹെൽത്ത്, മെറ്റേണിറ്റി ഹെൽത്ത്, അതുപോലെ തന്നെ എൽഡർലി കെയർ, ഒത്തിരി സപ്പോർട്ട് സിസ്റ്റംസ്, ഇതെല്ലാം കൂടെ കൂടിയാണ് ജനറൽ പ്രാക്ടീസ്. ഇതിനെപ്പറ്റി ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ഞാനത് മുഴുവൻ ഇവിടെ ജസ്റ്റ് ഒരു അസുഖം വരുമ്പോൾ മാത്രമുള്ള കെയർ മാത്രമല്ല, അതായത് പ്രിവെൻഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊന്ന് സെർവിക്കൽ സ്ക്രീനിങ്, അങ്ങനത്തെ സ്ക്രീനിങ്, അങ്ങനത്തെ ഒത്തിരി ഓരോ പ്രായത്തിൽ ഇപ്പോൾ 40 വയസ്സാമത്തെ വെൽ മാൻ വെൽ വുമൺ ഹെൽത്ത് ചെക്കുകൾ, ഇങ്ങനെ എല്ലാം ഇതിൻ്റെ പാർട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു ക്ലിനിക്കുകൾ മാത്രമല്ല, നമ്മൾ സെക്കൻഡറി കെയർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ അവർ പേഷ്യൻസിലോട്ട് എത്തുന്നത് ഞങ്ങൾ കൂടെയാണ്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കൺസൾട്ടൻ്റ് ഒരു എഴുതുന്നു, ഇതെല്ലാം GP ആണ് അത് ആക്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഹോസ്പിറ്റലിൽ ഞങ്ങളോട് ചെയ്യാൻ പറയുന്ന പല കാര്യങ്ങളും കാണും. അങ്ങനെ ഒരു ടു വേ അല്ല 3 വേ സിസ്റ്റംസ് ആണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടൊരു സിസ്റ്റം. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യമായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഡോക്ടറെ കാണുന്ന ഒരു സിസ്റ്റവും ഇവിടുത്തെ GP സർവീസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? അത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു പെട്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പ്രാക്ടിക്കലി നമ്മുടെ നാട്ടിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഞാനാണ് ആശുപത്രികളിൽ പോകുന്നത്, ഡോക്ടറെ കാണുന്നത് എല്ലാം, അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഇവിടെ ആ റെസ്പോൺസിബിലിറ്റി ഇംഗ്ലണ്ടിൽ നാഷണൽ ഹെൽത്ത് സർവീസ്, അത് ആ ഹെൽത്ത് സർവീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് ദ ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റംസ് ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആൾക്കാർക്ക് എല്ലാ സർവീസസും തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നാട്ടിലെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഡോക്ടറിന് എൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ പേഷ്യൻസ്, അതായത് എനിക്ക് 2000 പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ കാണുകയും അവരുടെ ഹെൽത്ത് ഏറ്റവും നന്നായിട്ട് നോക്കുകയും അവർക്ക് പ്രശ്നം വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ജനറൽ പ്രാക്ടീഷണറുടെ റോള്. അതുകൂടാതെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലുള്ള വലിയ ഞങ്ങളുടെ ചുറ്റുമുള്ള ഹോസ്പിറ്റലുകൾ, അവിടുത്തെ കൺസൾട്ടൻസ് നമ്മളുമായിട്ട് വളരെ ക്ലോസ്ലി വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ സിസ്റ്റം മുന്നോട്ട് നീങ്ങുന്നത്. അവരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അതാണ് നമുക്കിപ്പോൾ ജനറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പറയാം. അതിനകത്ത് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാനിവിടെ വർഷങ്ങളായിട്ട് 20-28 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് 28 വർഷമായിട്ട് ഞാൻ ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ GP ആയിട്ട് ഏകദേശം 20 വർഷമാകുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം, നമുക്ക് ഏറ്റവും എമർജൻസി ആയിട്ട് ഇപ്പം ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്, നാട്ടിൽ സ്ഥലം വിൽക്കുക, ആടിനെ വിൽക്കുക, വീട് വിൽക്കുക, പലപ്പോഴും എമർജൻസി സർവീസിൽ. ഇവിടെ നമുക്കൊരിക്കലും അതിനൊരു ആവശ്യം വരുന്നില്ല. അതായത് ഗവൺമെൻറ് അതുപോലും ഇത്
NHS സർവീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ഒത്തിരി ഡെഫിഷ്യൻസീസും ഉണ്ട്, കാരണം ഡിമാൻഡ് വളരെ ഹൈ ആണ് സിസ്റ്റത്തിന്. അതൊരു വലിയ ഡിഫറൻസാണ്. ഡോക്ടറെ, ഇവിടുത്തെ GP സർവീസിനെ കാണാൻ ഒരു ഡിലേ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡിലേ വരുന്നത്? അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം നമ്മൾ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിലേ. ആ ഡിലേ എത്രത്തോളം എന്തുകൊണ്ടാണെന്നുള്ളതിനും പല മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ലെങ്കിലും, അതായത് പ്രൈമറി കെയർ എന്ന് പറയുന്ന GP സർവീസ് മുതൽ മുകളിലോട്ട് ഹോസ്പിറ്റൽ സർവീസുകൾ വരെ പലതരത്തിലും പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ ട്രയാജ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു GPയെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ റിസപ്ഷനിസ്റ്റിനാണ് ആദ്യം ഫോൺ എടുക്കുന്നത്, എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താണ് പ്രശ്നം. അപ്പോൾ അവർ ചെറിയൊരു അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഏതാണ് എമർജൻസി അല്ലാത്തതെന്ന്, ക്വസ്റ്റനെയർ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് GP ചിലപ്പോൾ നിങ്ങളെ ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ GP ചിലപ്പോൾ അന്ന് തന്നെ വരാൻ പറയുന്നു. ആ ക്വസ്റ്റനെയറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ആദ്യത്തെ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. കാരണം എല്ലാവരെയും ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് പലപ്പോഴും. അതിനകത്തുള്ള ഡോക്ടർമാരില്ല, നഴ്സസ് കുറവാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സിസ്റ്റം അതുപോലെ ഒരു ഫ്രീ സിസ്റ്റം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എമർജൻസീസിന് പ്രയോറിറ്റീസ് കൊടുക്കുന്നു, കയറ്റിവിടുന്ന പോലെ. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ANE പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി ചെന്നാലും അതേ സിസ്റ്റംസ് തന്നെ നമുക്ക് കാണാം. അതായത് അവർ ആദ്യം ഒരു ഇനീഷ്യൽ ക്വസ്റ്റനിങ് ഉണ്ട്, അപ്പോൾ സ്റ്റേബിൾ ആവുന്ന പേഷ്യൻസിനെ കീപ്പ് ചെയ്തുകൊണ്ട്, അപ്പം ഈ സിസ്റ്റം ഫ്രീ ആവുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉപഭോക്താക്കളും കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ, അപ്പം നമുക്കുള്ള ഒരു ചെറിയ പ്രശ്നം നമുക്കൊരു വലിയ പ്രശ്നമാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞായിരിക്കും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. നാട്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് നടന്ന് കയറി ചെല്ലാം, നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ കാണാൻ പറ്റും. അപ്പോൾ അത് തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് ഈ എൻറ്റയർ സൊസൈറ്റി, ഇംഗ്ലണ്ടിൽ വരുന്ന എല്ലാവരുടെയും ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആ സിസ്റ്റവും സ്ട്രെച്ച്ഡ് ആണ്. ഇപ്പൊ എനിക്കൊരു കാലുവേദന ഉണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമാണ്. പക്ഷേ അതിനേക്കാളും അറ്റാക്കുള്ള അല്ലെങ്കിൽ അതിനേക്കാളും വേദനയുള്ള ഒരാളുണ്ടായിരിക്കാം ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള, അപ്പൊ അയാളുടെ ആദ്യം കാണും അല്ലേ, അയാൾ ആദ്യം. അതെന്താന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അത് ഒരുവിധം പരിചയമാണ്. കാരണം ഇവർ വർഷങ്ങളായിട്ട് ഈ സെയിം സിസ്റ്റത്തിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവർക്കൊരു ഫാസ്റ്റ് സിസ്റ്റം അവർക്ക് ആക്സസിബിൾ, അവർക്ക് അറിയുപോലും ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരത് പരിധി വരെ അവർ സമ്മതിക്കുന്നുണ്ട്. അതായത് അവർ ഓക്കെയാണ്, ആ സിസ്റ്റത്തിൽ വെയിറ്റ് ചെയ്യുന്നു, അവരുടെ കാലം എന്തെങ്കിലും കാണുമെന്നുള്ളൊരു സ്വപ്നമാണ് അവർക്ക്. നമ്മുടെ ആൾക്കാർ അങ്ങനെയല്ല, നമ്മൾ നേരെ പോയി കണ്ട് പരിചയപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ സിസ്റ്റം. അത് ഹോസ്പിറ്റലിൽ പോകുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ അത് തമ്മിലുള്ളൊരു അത് നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ ഒരു സമയം എടുക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഡിലേ ഉണ്ട്, അതിനകത്തൊരു സംശയമില്ല. അത് നന്നാക്കാനായിട്ട് നോക്കുന്നുണ്ട്. എല്ലായിടത്തും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഇന്നും അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ആൻസറിന് ഒരു ഫോളോ അപ്പ് ആയിട്ട് ഉള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഡിലേ വരാൻ നേരത്തെ ഇപ്പം നമുക്ക് ഒരു എമർജൻസി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ ഡിലേയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നാഷണൽ ഹെൽത്ത് സർവീസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈമറി കെയർ എന്ന് പറഞ്ഞ GPകളും ഹോസ്പിറ്റൽസും കൂടെ ഒരുമിച്ചുള്ള ഒരു ഇതാണ്. അപ്പം എമർജൻസീസ് എല്ലാം, അതായത് GP ഡീൽ ചെയ്യുന്നത് യൂഷ്വലി നോൺ എമർജൻസി പ്രോബ്ലംസ് ആണ്, ലോങ് സ്റ്റാൻഡിങ് പ്രോബ്ലംസും. എമർജൻസീസ് യൂഷ്വലി ഇപ്പം നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, കാല് പെട്ടെന്ന് നമുക്കൊരു ആക്സിഡൻറ്റ്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, ഇതെല്ലാം എമർജൻസീസ് ആണ്. ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസിയിലാണ് കാണുന്നത്. പക്ഷേ അവർക്കും ഒരു കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മൾ എപ്പോൾ ചെല്ലുമ്പോഴും, അതായത് ചെറിയ അസുഖങ്ങളുമായിട്ട് നിങ്ങൾ ആക്സിഡൻറ്റ് എമർജൻസി ചെല്ലുകയും അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തായിരിക്കും വേറൊരു എമർജൻസി. അപ്പോൾ പലപ്പോഴും GPയെ കാണാൻ ശ്രമിക്കുകയും അവരിലൂടെ സ്പെഷ്യലിസ്റ്റിലോട്ട് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഏത് എമർജൻസീസും, അത് ശ്വാസം മുട്ടലോ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സിവിയർ അബ്ഡോമിനൽ പെയിന്, നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുക. ഹോസ്പിറ്റലിൽ നിങ്ങൾ GPനെ വിളിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് അവർ കാണും, നിങ്ങളെ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്ത ആ വിവരം GPക്ക് അവർ എഴുതും, അതായത് ഒരു എഴുത്തായിട്ട് ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം, ഇപ്പോൾ അജുനെ അവിടെ കണ്ടു, അജുന് ഇങ്ങനെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അവർ എക്സ്റേ എടുത്തു, CT സ്കാൻ എടുത്തു, GP റെക്കോർഡിലൂടെ തിരിച്ചു വരും. അപ്പം നിങ്ങളുടെ ഡോക്ടർ എപ്പോഴും GP ആണ്. അപ്പോൾ GPയെ കാണാൻ ശ്രമിക്കുക. പലപ്പോഴും ആൾക്കാർക്ക് അത് ആക്സസ് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും എമർജൻസി ആവുന്ന സിറ്റുവേഷനിൽ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആംബുലൻസിനെ വിളിക്കാം, നിങ്ങൾക്ക് ANE വരെ ചെല്ലാം. ANEയിൽ വെച്ച് അവർ ആവശ്യത്തിനനുസരിച്ച് അവിടെ ഒരു ട്രാജിങ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതനുസരിച്ച് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യും.
അപ്പോൾ അത് വളരെ മനോഹരമായ സിസ്റ്റമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ആംബുലൻസിനെ വിളിക്കാം. സിറ്റുവേഷൻ പോലും എമർജൻസി ആണെങ്കിൽ എന്ന് തോന്നുന്ന പോലെ. അതെ എക്സാക്ട്ലി. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈ ഡിലേ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ടുള്ള ഇപ്പൊ നമ്മളുടെ GP വളരെ സ്ട്രെച്ച്ഡ് ആണ്, എപ്പോഴും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ GP സർവീസ് നമുക്ക് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പൈസ ഉണ്ട്, നമുക്ക് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരു GP-നെ കാണാൻ പറ്റുമോ? അതെ, അതിൻ്റെ അത് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ GP എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈമറി കെയർ ഡോക്ടർ ആണ്. ആ ഡോക്ടർ നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പം ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്, ബാക്കി എന്തുപോലെ ഹോട്ടലുകൾ പോലെ തന്നെ ചില GP സർവീസസ് സർജറീസ് തന്നെ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് ആൾക്കാരുടെ പെർസെപ്ഷൻസ് ആണ്. എല്ലാം ശരിയാണ്. ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. എക്സാക്ട്ലി. നിങ്ങളുടെ നമ്മുടെ വീടിന് ചുറ്റും ഒരു പരിധിയുണ്ട്, 3 മൈലിന് ചുറ്റുപാടും ഉള്ള ഏത് GP സർജറി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വെച്ചോളൂ. ഇപ്പോൾ എന്നെ ചൂസ് ചെയ്തു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്ക് സർവീസ് ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറാം. വളരെ ഈസി ആയിട്ട് അടുത്തൊരു GP സർജറി ഇടണം. 3 മൈൽ ഡിസ്റ്റൻസിലാണ് യൂഷ്വലി അത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ GP സർവീസിന്റെ കൂടെ ഹോം വിസിറ്റ്സും എല്ലാം ഇതിന്റെ പാർട്ടായിട്ട് വരുന്നതുകൊണ്ട് ആ ചുറ്റുപാടിലുള്ള ഡോക്ടറിനെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കവർ ചെയ്യാൻ പറ്റുള്ളൂ. പരിചയമുള്ള ഒരു ഡോക്ടർ ദൂരെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പല കാണാനോ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ലോങ് ദൂരത്തുള്ള ഒരു GP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും വിത്ത് അഡിക്വേറ്റ് റീസൺസ്. അപ്പൊ അതൊക്കെ നമ്മുടെ അതിനകത്തോട്ട് കടന്നു പോകുമ്പോഴത്തേക്കും ചില ഇതുണ്ട്. മാറാൻ പറ്റുമെന്നാണ് പറയുന്നത്. വളരെ ഈസി ആയിട്ട് മാറാൻ പറ്റും നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ. ഷുവർ. അതുപോലെ തന്നെ അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇതെങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും? അതായത് ഇവിടെ എല്ലാം പോലെ തന്നെ പ്രൈവറ്റ് ഒരു സർവീസ് ഉണ്ട്, GP പ്രൈവറ്റ് സർവീസ് ഉണ്ട്, ഹോസ്പിറ്റൽ സർവീസസ് പ്രൈവറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഇൻഷുറൻസ് ഉള്ളവർക്ക് അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓരോ കൺസൾട്ടേഷൻസിനും പേയ്മെൻറ്റ് കൊടുത്ത് പോകാൻ പറ്റും. ആ കൺസൾട്ടേഷൻസ് യൂഷ്വലി അതിൻ്റെ കോസ്റ്റ് വേരീസ് ആണ്. വൺ ഓഫ് ആയിട്ട് കൊടുത്ത് പ്രൈവറ്റ് മെഡിക്കൽ കെയർ ഇല്ലാണ്ട് നമ്മൾ മന്ത്ലി കൊടുക്കാണ്ട് വൺ ഓഫ് ആയിട്ട് അതപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. അത് എല്ലാ വലിയ സിറ്റികളിലും ഉണ്ട്. ഷുവറായിട്ട് എനിക്കറിയാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ വാക്ക് ഇൻ GPs ഉണ്ട്, അതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഒരു കൺസൾട്ടേഷൻ 100-120 pounds ആയിരിക്കും. പിന്നെ ഓരോ പ്രിസ്ക്രിപ്ഷൻ അവർ ചാർജ് ചെയ്യും. പ്രൈവറ്റ് എക്സ്റേ, CT അതിനെല്ലാം സെപ്പറേറ്റ് ചാർജസ് ഉണ്ട്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും അത് നമുക്ക് അതെ അഫോർഡബിലിറ്റി അനുസരിച്ച് നമുക്കത് ചെയ്യാൻ വേണമെങ്കിലും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ ഈ പ്രിസ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞില്ലേ, NHS ഫ്രീ എന്ന് പറയുമ്പോഴും പ്രിസ്ക്രിപ്ഷൻ ചാർജസ് ഉണ്ട്. അത് വളരെ നമുക്ക് പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഫ്രീ ആണെന്ന് പറയുന്നു, നമ്മളൊരു ഇൻഷുറൻസ് കൊടുത്താണ് അവിടുന്ന് വരുന്നത്, എങ്കിലും പ്രിസ്ക്രിപ്ഷൻ ചാർജസ് കൊടുക്കണം. പക്ഷെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചില പ്രിസ്ക്രിപ്ഷൻസ് അറ്റ്ലീസ്റ്റ് വരുന്നത് ഒരു സർചാർജ് കൊടുക്കുന്നുണ്ട്. അത് 700 pound കൊടുക്കുന്നത്, 700 എനിക്ക് തോന്നുന്നു. പക്ഷെ അത് തന്നെ പലപ്പോഴും നമ്മൾ ഇവരെഴുതുന്ന ചില പ്രിസ്ക്രിപ്ഷൻസിന്റെ വില, ഒരു മരുന്നിന് 700 pound കൂടുതൽ വിലയുള്ള മരുന്നുകളുണ്ട്. അതിനും നമ്മൾ 9 രൂപയെ ചാർജ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ലോങ് ടൈം അത് ഈവൻ ഔട്ട് ചെയ്യും. വളരെ ചെറിയൊരു ചാർജ് വരുന്നുള്ളൂ. കാരണം വളരെ എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ മെഡിസിൻസ് നമ്മൾ പ്രൈവറ്റായിട്ട് ആക്സസ് ചെയ്യുമ്പോൾ. എന്ത് വാല്യൂ ഉള്ള മെഡിസിൻ ആണെങ്കിലും ഈ പ്രിസ്ക്രിപ്ഷൻ ചാർജ് സെയിം കൊടുത്താൽ മതി. അപ്പോൾ അതൊരിക്കലും മാറില്ല. നിങ്ങൾക്ക് എത്ര വലിയ മെഡിസിൻ ഉണ്ടെങ്കിലും ആ നമ്പറിനാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ മിനിമൽ ചാർജാണ് കൊടുക്കുന്നത് ശരിക്കും. കാരണം ചില പ്രിസ്ക്രിപ്ഷനിൽ 5-8 പ്രിസ്ക്രിപ്ഷൻസ് കാണാം, പലതരത്തിലുള്ള മരുന്നുകൾ. അപ്പോൾ അതിനെല്ലാം ചാർജ് എന്ന് പറയുന്നത് വളരെ ഹൈ. ഫ്രീ ആണല്ലോ, കുട്ടികൾക്ക് ഫ്രീ ആണ്. അതെ, ഏജ് വൈസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ചില പ്രത്യേക മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ലോങ് ടൈം ആയിട്ട് അവരൊന്നും കൊടുക്കണ്ട. അങ്ങനെ പ്രഗ്നൻസി ഫ്രീ ആണ്, തൈറോയിഡ് പ്രോബ്ലംസ് ഫ്രീ ആണ്. എക്സാക്ട്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് മെന്റൽ ഹെൽത്തിനെ പറ്റിയാണ്. അതായത് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ മെന്റൽ ഹെൽത്ത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പുറത്ത് പറയാൻ മടിയാണ്. അപ്പൊ അതുപോലെ ഇവിടെ വരുമ്പോ എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് പ്രോബ്ലം, പ്രത്യേകിച്ച് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും ഡോക്ടറെ പോയി കാണാണ്ടിരിക്കുകയും അത് കൂടുതൽ വഷളായി കുടുംബ പ്രശ്നങ്ങളിലേക്കോ അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വരാറുണ്ട്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഡോക്ടർ മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാള്, പ്രശ്നമുള്ള ഒരാൾ വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സർവീസസ് GP കൊടുക്കും? പിന്നെ അയാൾക്ക് അതുകൊണ്ട് ഭാവിയിൽ അയാളുടെ ജോലിയിലോ പഠന മേഖലകളിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ? അതെ, എനിക്ക് അജു പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് ഇന്ന് നമ്മൾ കാണുന്നത് വളരെ വ്യത്യാസമായിട്ടാണ്. അതായത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ സിമിലർ ആയിട്ടാണ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും, ഇന്ത്യയിലും അത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഒരു നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ എന്ന് പറയുന്ന പോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസും ഇന്ന് ആൾക്കാരും അവെയറാണ്, ഡോക്ടേഴ്സിനും അതിനെക്കുറിച്ച് അവെയർനെസ് ഉണ്ട്. ഇവിടെ മെൻ്റൽ ഹെൽത്ത് ആദ്യം തന്നെ നിങ്ങൾ വരേണ്ടത് ജനറൽ പ്രാക്ടീഷണറെ കാണുക എന്നുള്ളതാണ്. ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക. അപ്പം മെൻ്റൽ ഹെൽത്ത് നമുക്ക് മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ കൗൺസിലിംഗ് സർവീസസ് ഉണ്ട്, പിന്നെ നമുക്ക് ഒത്തിരി സപ്പോർട്ട് സിസ്റ്റംസ് ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് അനുഭവിക്കുന്നവർക്കുണ്ട്. ഇപ്പം അതിനകത്ത് ചിലപ്പം ജോലി സംബന്ധമായ സ്ട്രെസ്സസ് ആയിരിക്കും, ഫൈനാൻഷ്യൽ സ്ട്രെസ് ആയിരിക്കും, ചിലപ്പം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത് ഓരോന്നിനും ബെറിയുമെൻ്റ്, അതായത് നമ്മുടെ സ്പൗസ് മരിക്കുന്നു, അതെല്ലാത്തിനും ഹെൽത്ത് സിസ്റ്റത്തിന് സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് നമ്മളെപ്പോലുള്ളൊരു മലയാളികൾക്കുള്ളൊരു പ്രശ്നം അത് ലാംഗ്വേജ് എത്രത്തോളം നമുക്ക് ഒരു ചെറിയൊരു ബാരിയർ എപ്പോഴും ഉണ്ട്. അതെന്നും കാണും. നമുക്കത് പതുക്കെ അതിനെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അപ്പം മെൻ്റൽ ഹെൽത്ത് മാനേജ് ചെയ്യുന്നത് ഒരു പരിധി വരെ ജനറൽ പ്രാക്ടീസിലെ ഡോക്ടേഴ്സും മരുന്നുകളുമായിട്ട് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ നിങ്ങൾക്ക് സപ്പോർട്ടും അതുപോലെ ഫൈനാൻഷ്യലി പോലും GPയുടെ ലെറ്ററുകൾ നിങ്ങൾക്ക് പലപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് ഹോളിഡേയ്സ് അതപ്പോൾ അതെ ആണ്. അപ്പം GPയുടെ എന്നുള്ള ആ ലെറ്റർ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ GP സർവീസോടെ എൻഗേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ എന്ന് പറയുന്ന പേഷ്യൻ്റ്, എനിക്കിപ്പം ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി അവരെ കണ്ട് എനിക്കിങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ജോലി സാധ്യതകൾക്ക് ഒരു പ്രശ്നവും വരുന്നില്ല ഇതിനൊന്നും. പിന്നെ നമുക്ക് മേജർ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ചില ജോലികൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതിലപ്പുറത്തോട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഉള്ളവർ പലതരത്തിലുള്ള സ്ട്രെസ്സസ്, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ GPയെ കാണാവുന്ന ഒരു നല്ല കാര്യമാണ്. ഞാൻ പലരോടും പറയാറുണ്ട്. കാരണം എന്താ സിസ്റ്റം, നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് അവരോടൊന്ന് സംസാരിക്കാൻ, ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാദർ ദാൻ കാണാതെ ഇരുന്ന് പിന്നെ അവസാനം അതൊരു പൊട്ടിത്തെറിയിൽ അവസാനിക്കുന്നതിന് പകരം. ഇവിടുത്തെ GPക്ക് വീട്ടിൽ പോയി പേഷ്യന്റിനെ കാണാൻ പറ്റുമോ? അങ്ങനെ വീട്ടിൽ പോവാണെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് GP അങ്ങനെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്നത്? ഓക്കെ അജു, അതായത് ഈ നമ്മൾ ജനറൽ പ്രാക്ടീസിൻ്റെ ഒരു വലിയ റോൾ എന്ന് പറയുന്നത് പ്രൈമറി കെയർ ആണ്. അതായത് വീട്ടിലും കമ്മ്യൂണിറ്റിയിലും ഉള്ള പേഷ്യൻസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയെ പറ്റി നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യങ് ആൾക്കാരുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്, പിന്നെ എൽഡർലി ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മൾ എൽഡർലി ആൾക്കാരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും അവർക്ക് പ്രായത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല, GP സർജറിയിൽ എത്താൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വലിയ അസുഖങ്ങളും ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്, ലോങ് ടൈം കണ്ടീഷൻസ് ആയിട്ട് കിടക്കുന്നവർ. അപ്പോൾ എൻ്റെ ഒരു ഡേ ടു ഡേ ജീവിതത്തിൽ ഞാൻ രാവിലെ ഒരു ക്ലിനിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉച്ചയ്ക്ക് ഇൻ ബിറ്റ്വീൻ വൈകിട്ടത്തെ ഉച്ച കഴിഞ്ഞത്തെ ക്ലിനിക്കിന് ഇടയ്ക്ക് എനിക്കൊരു 5-6 പേഷ്യൻസിൻ്റെ ഒരു ലിസ്റ്റ് കാണും. ഡെയിലി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഴയ മലയാള സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും പെട്ടിയും തൂക്കി പോകുന്ന ഡോക്ടർമാർ. അത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അതാണ് ഇവിടെ ഇന്നും സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ യങ്സ്റ്റേഴ്സ്, അതായത് GPയെ വന്ന് കാണാനും അവർക്കും ചെയ്യാം, അവരെയും കാണും. അതായത് വളരെ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് മാത്രമേ സമയം കാണുള്ളൂ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വീട്ടിൽ വരെ ചെല്ലും. അതുപോലെ തന്നെ നിങ്ങൾ ഔട്ട് ഓഫ് അവേഴ്സ് എന്ന് പറഞ്ഞ GP സർവീസ് നമുക്ക്, അതായത് നോർമൽ അവർ കഴിഞ്ഞിട്ട് GP സർവീസ് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് ആ നമ്പർ നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒന്നുകിൽ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ, ഔട്ട് ഓഫ് അവേഴ്സ് ക്ലിനിക്കിൽ കാണും, അല്ലെങ്കിൽ ഈവൻ അവർ വീട്ടിൽ വന്ന് കാണുന്നവരും ഉണ്ട്. എമർജൻസി ഔട്ട് ഓഫ് അവേഴ്സ് വീട്ടിൽ വരുന്നുണ്ട്. പിള്ളേരുടെ കാര്യത്തിലൊക്കെ അവർ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഔട്ട് ഓഫ് അവേഴ്സ് പോയി കാണുന്ന ഒരു പാർട്ട് പലരും അറിയുന്നില്ല. ഡോക്ടറിന് ഡെയിലി 5-6 കേസ് എന്ന് പറയുമ്പോൾ അത്രയും നേരം ഡോക്ടർ പുറത്താണ്. അതൊക്കെ ഒരു ഡിലേ. ബാക്കി കാര്യങ്ങളിൽ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ചിലപ്പോൾ വിളിക്കുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല, കാരണം പുള്ളി അവിടെ ഒരു എൽഡർലി പേഴ്സന്റെ വീട്ടിലായിരിക്കും. അതിനൊക്കെ ചെറിയ തരത്തിൽ കവറുകളുണ്ട്. പക്ഷേ ഈ സിസ്റ്റംസ് ഒന്നും പെർഫെക്റ്റ് അല്ല, അതാണ് ഒരു കാര്യം. അപ്പം നമ്മൾ പലപ്പോഴും ഈ സിസ്റ്റം, ഇപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ GP നമ്പറിൽ ഒരു ഔട്ട് ഓഫ് അവേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ
ആ നമ്പർ റീഡയറക്റ്റ് ചെയ്യും ഔട്ട് ഓഫ് ജി പിയിലോട്ട്. അപ്പോൾ നിങ്ങളുടെ ജി പി അടച്ചു പോയാലും ഇപ്പോൾ 6 മണിക്ക് അടയ്ക്കുമെങ്കിൽ 6:30 വിളിച്ചാൽ നിങ്ങൾ ഔട്ട് ഓഫ് അവേഴ്സ് ജി പി എടുക്കും. ആ ജി പി ആയിട്ട് എക്സാക്ട്ലി. രാത്രിയൊക്കെ അത് വളരെ യൂസ്ഫുൾ ആണ്. രാത്രി സമയങ്ങളിൽ ചിലപ്പം വളരെ ബിസി ആയിരിക്കില്ല, അവർക്ക് നിങ്ങൾ നേരെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഔട്ട് ഓഫ് അവേഴ്സ് നിങ്ങളെ കണ്ടിട്ട് അവർ നിങ്ങളുടെ പ്രോബ്ലം അസസ് ചെയ്തിട്ട് അവർ പിന്നെ അവരുടെ നോർമൽ ജി പിക്ക് ഒരു റിപ്പോർട്ട് രാവിലെ ഞങ്ങൾക്ക് കിട്ടും, രാവിലെയോ അടുത്ത ദിവസവും കിട്ടും. അപ്പോൾ അവർ ചിലപ്പോൾ പറയും ഈ പേഷ്യൻ്റ് ഒന്ന് കാണുമോ, ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കുമോ, അങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ റെഗുലർ ജി പിക്ക് കിട്ടും. അപ്പോൾ പുള്ളി യൂഷ്വലി അതനുസരിച്ച് അതിന് റെസ്പോണ്ട് ചെയ്യും. അതാണ് അജു. ഡോക്ടർ, ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെ UK വരുന്നത്, പ്രത്യേകിച്ച് ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട്, അല്ലാണ്ടും ഫാമിലീസ് വരുന്നുണ്ട്. അപ്പൊ അവര് GP സർവീസിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകത എന്താണ്, അതിനുള്ള പ്രോസസ് എന്താണ്? ഓക്കെ, അജു. അതായത് നമ്മൾ ഇവിടുത്തെ സർവീസ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ജി പി രജിസ്ട്രേഷനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി IT ഫീൽഡിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, നഴ്സസ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒത്തിരി വരുന്നുണ്ട് ഒരു 10 വർഷത്തിന് മുമ്പ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയും പേര് ഇവിടെ വരുന്നു. ഇവിടെ അവർ പലരും അവർക്കൊരു ഒരു ഇൻഷുറൻസുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം ആക്സസ് ചെയ്യുന്നത് GP സിസ്റ്റത്തിൽ കൂടെയാണ്. അപ്പോൾ അവരെല്ലാവരും അവരെവിടെയാണോ, അതായത് ഇപ്പം ബർമിംഗ്ഹാമിലുള്ള ഒരു ആളാണെങ്കിൽ അവരുടെ ചുറ്റുമുള്ള GP സർജറീസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂസ് നോക്കുക, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അവിടെ ഉണ്ടെങ്കിൽ അവർ പറയും ഈ സർജറി നല്ലതാണ്, ഇവിടുത്തെ ഡോക്ടർമാർ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. ആ രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ മാറാനുള്ള ഓപ്ഷനും അവർക്കുണ്ട്. അവർ വേറൊരു യാത്ര ചെയ്യുകയോ വേറൊരു സ്ഥലത്തോട്ട് ജോലി മാറിപ്പോവുകയോ ചെയ്യുകയാണെങ്കിലും അവർക്ക് അന്ന് GP സർജറി മാറാം. അപ്പോൾ അതൊരു പെർമനൻ്റ് ഒരു ഇതല്ല. നിങ്ങൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്പറും നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ ഹെൽത്ത്, അതായത് അടുത്ത ഫസ്റ്റ് ഇവരുടെ അപ്പോയിൻമെൻറ്റ് ഇവരുടെ ജനറൽ ഹെൽത്ത് ചെക്കാണ്. ഇപ്പം ഞാൻ ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, എനിക്ക് 3 മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഇവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാക്കും ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൽ. അത് അവരുടെ ടെലിഫോൺ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഫില്ല് ചെയ്യുന്ന ഫോമിൽ നിന്ന് അതെടുക്കും. ഇപ്പം പല പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട്, അവർ കഴിക്കുന്ന മരുന്നുകളെല്ലാം GPയുടെ ആ സിസ്റ്റത്തിൽ കയറുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചുമയായിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ GP ആ കൺസൾട്ടേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കാണും. പിന്നെ അടുത്ത ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോഴും ആ കഴിഞ്ഞ കൺസൾട്ടേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ സെയിം ഡോക്ടറെ അല്ല സംസാരിക്കുന്നു അല്ലെങ്കിൽ കാണുന്നെങ്കിൽ പോലും ഡോക്ടറിൻ്റെ സൈഡിലിരിക്കുന്ന അതൊരു ചെറിയ ഷോർട്ട് ടൈമായിട്ട് അവിടെ നിന്ന് ഡോക്ടറാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. എല്ലാ പ്രാവശ്യവും ഞാൻ പോയി മലയാളത്തിൽ പല പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞത് തന്നെ പിന്നെയും പറയുക, അതിൻ്റെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ യങ്സ്റ്റേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വരുന്നവർക്ക് യൂഷ്വലി പ്രശ്നങ്ങളൊന്നുമില്ല. അവർ GP ആയിട്ട് യൂഷ്വലി കാണാറില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് തലവേദനയും പനിയും പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം പോകേണ്ടത് GPയുടെ അടുത്താണ്. അവരുമായിട്ട് സംസാരിക്കുക, ആരാണ് നിങ്ങളുടെ GP എന്ന് മനസ്സിലാക്കുക, ആ GPയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, അവിടെയുള്ള ഡോക്ടേഴ്സ് ആരൊക്കെയാണ്, നേഴ്സസ് ആരൊക്കെയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട്, അത് നിങ്ങൾ റിസപ്ഷനിലൊന്ന് പോവുക, അവരോടൊരു ഹലോ പറയുക. ഇവിടെ നമ്മൾ സാധാരണ കാണുന്നതാണ് ഹൗ ആർ യു ടുഡേ, അത് നമുക്ക് ആരോടും ചോദിക്കാം. അത് വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സിസ്റ്റംസ് ആണ്, അവർ വളരെ സന്തോഷകരമായിട്ട് അവർക്ക് തോന്നാം. പക്ഷെ നമ്മള് ഇപ്പൊ ഇവരൊക്കെ നമ്മളുടെ ധാരണ എന്ന് പറഞ്ഞാൽ GP സർവീസ് ഭയങ്കര തിരക്കാണ്, നമ്മൾ വെറുതെ കയറി ഹലോ പറയാൻ വേണ്ടി പോയാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, ഞാൻ പലപ്പോഴും കാണുന്ന, അതായത് ഇവിടുത്തെ ആൾക്കാർക്ക് സിസ്റ്റം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ പലപ്പോഴും ഇടയ്ക്ക് 2 കുട്ടികളൊക്കെ ആയിട്ട് അവിടെ വരും. അത് കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഒരു പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ് അവിടെ വെച്ചിട്ട് റിസപ്ഷൻ വെച്ചിട്ട് ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അതിലൊരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരാളാണ് ഇവിടെ, വർഷങ്ങളായിട്ടുള്ള അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് നമ്മുടെ സൈഡിൽ നിന്ന്. നമ്മുടെ GP ആരാണ്, അവരുടെ റിസപ്ഷനിസ്റ്റ് ആരാണ്, അവരെയൊക്കെ ഒന്ന് കണ്ട് ചിരിച്ച് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യമുള്ളപ്പോൾ അവർക്ക് അവർ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇയാളാണല്ലോ തോമസ് എന്നോ ഔസേപ്പെന്നോ ആളാണ്, പുള്ളിയാണ് വിളിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. അപ്പോൾ അജു എൻ്റെ സർജറിയിൽ, അജുവിൻ്റെ ഡോക്ടർ എന്ന് പറയുന്നത് അജുവിൻ്റെ ലൈഫ് ലോങ് ഒരു ഫ്രണ്ടാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേറെ ഒത്തിരി സ്ട്രെസ്സസ് ഉണ്ട്. ഇപ്പോൾ അവരുടെ പഠിത്ത സംബന്ധമായിട്ട് പലപ്പോഴും അവർക്ക് സ്ട്രെസ്സ് കാണും, ആങ്സൈറ്റി കാണും. അതിനപ്പോൾ ഒരു സിക്ക് നോട്ട്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ്, ഇതെല്ലാം GP ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഇവരെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ പലപ്പോഴും കാണുന്ന അവർ വിളിക്കാൻ ശ്രമിക്കുന്നു, ഡോക്ടറെ കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയും, ഡോക്ടറെ ഞങ്ങൾ 2 ആഴ്ച മുമ്പ് ഇന്ന് വിളിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല, എനിക്ക്
പനിയായിരുന്നു, പോകാൻ പറ്റിയില്ല. അപ്പോൾ സിക്ക് നോട്ട്സ് പോലും നമ്മൾ ആ ജസ്റ്റ് വിളിച്ചു എന്ന കാരണത്തിൽ ആ ഡേറ്റ് മുതൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ എല്ലാ വെബ്സൈറ്റ്സും നിങ്ങൾ ചെക്ക് ചെയ്താൽ GP സർജറികൾക്കെല്ലാം ഒരു ഓൺലൈൻ സിസ്റ്റം ഉണ്ട്. അതിനകത്തോടെ നമുക്ക് ഫില്ല് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റെക്കോർഡ്സ്. പ്രാക്ടിക്കലി നിങ്ങൾ GP കാണാൻ ശ്രമിക്കുന്നു, അത് അവർക്ക് മനസ്സിലാവും. അതിൻ്റെ കുറച്ച് നമ്മുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പം അവർ പലതരത്തിലും നിങ്ങളെ ചിലപ്പോൾ അപ്പം തന്നെ ആ ദിവസം തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും അപ്പോയിൻമെൻറ്റ് തരുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങൾ തിരിച്ച് വിളിക്കാൻ പറയും. ഇങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഇതൊരു വലിയ ഒരു ബിസി സിസ്റ്റമാണ്, ഒരു ബിസി റോഡെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്തോടെ നമ്മളെപ്പോലുള്ള ഒരാൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് എങ്ങനെ ഇത് നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്താം എന്നുള്ളത് നമ്മൾ പതുക്കെ നമ്മൾ തന്നെ ഒരു പരിധിവരെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഇതിനകത്തോടെ പോകുന്നവർ, സീരിയസ് അസുഖങ്ങളുള്ളവർ, ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സഹായിക്കാൻ പറ്റും. അതായത് ഇവിടുത്തെ സിസ്റ്റം എന്താണ്, ഞാൻ കടന്നുപോയ വഴി ഇതാണ്, നിങ്ങൾ ഇതായിരിക്കും ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒത്തിരി ഇൻഫർമേഷൻസ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരുന്നവർ, നമുക്കായിരിക്കും നമ്മുടെ കൊച്ചിനായിരിക്കും ആവശ്യം. അപ്പോൾ അങ്ങനെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. ആ രജിസ്ട്രേഷൻ വരികയും കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലെ തന്നെയാണ്. ആ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ ശരിക്കും പറഞ്ഞാൽ അടുത്ത സർവീസ്, അതായത് ഹോസ്പിറ്റലിൽ ഒരു സർവീസ് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സിക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ വന്ന ഒരാൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അപ്പൊ ഒരു അസുഖം വന്ന് ലീവ് എടുക്കണം, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരാഴ്ച സെൽഫ് സർവീസ് അങ്ങനെ എന്തോ ഇല്ല, വീക്ക്. സിക്ക് നോട്ട് എന്ന് പറയുന്നത് അതായത് എനിക്കൊരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ 5 days വരെ സെൽഫ് സർട്ടിഫിക്കേഷൻ. അപ്പൊ ഒരാഴ്ച സെൽഫ് സർട്ടിഫിക്കറ്റ് പോകേണ്ട കാര്യമില്ല. അപ്പൊ അത് എവറി എംപ്ലോയി ഹാസ് ടു അബൈഡ് ബൈ ദാറ്റ്. അതൊരു ലോ ആണ്. അത് കഴിഞ്ഞിട്ട് 5 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഭയങ്കര സിവിയർ ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പനിയോ ആണെങ്കിൽ നിങ്ങൾ GP സർജറിയിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പറയുക, ഡോക്ടർ എനിക്ക് അൺവെല്ലാണ്, ഐ എം ഓക്കെ നൗ, ഐ എം ടേക്കിംഗ് പാരസെറ്റമോൾ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഐ എം നോട്ട് ഫീലിംഗ് വെദർ ഐ വിൽ ബി ഏബിൾ ടു ഗോ ഫോർ ദ വർക്ക്. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് 3 ദിവസം ആയുള്ളെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം വരെ നിങ്ങൾക്ക് എടുക്കാം. അതിനപ്പുറത്തോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് തരും. നിങ്ങൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോസ്റ്റ് ഡേറ്റ് ഇത് തരാൻ പറ്റില്ല, ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ യൂഷ്വലി. അപ്പം നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു, പക്ഷേ പിന്നെ എനിക്ക് വിളിച്ച് കിട്ടിയില്ല, ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചാലും നിങ്ങളുടെ ബാക്ക് ഡേറ്റ് ചെയ്ത് തരും സർട്ടിഫിക്കറ്റ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അന്ന് തന്നെ വിളിക്കണം എന്നില്ല, പക്ഷേ എന്നെങ്കിലും, അതായത് ആദ്യത്തെ 5 ദിവസത്തിൽ ഒന്ന് വിളിച്ച് GP ആയിട്ട് കോൺടാക്ട് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ എന്താ ജോലി എങ്ങനെയാണെന്ന് അറിയില്ല, അപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് ഡോക്ടറെ. അപ്പോൾ അതൊരു റെക്കോർഡാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു GPക്ക് നിങ്ങൾക്ക് ഇച്ചിരി എക്സ്റ്റൻഡഡ് സിക്ക് നോട്ട്സ് തരാൻ പറ്റും. അത് സിക്ക് നോട്ട്സ് പറഞ്ഞാൽ പിള്ളേർ യൂണിവേഴ്സിറ്റിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, എക്സാം ടെൻഷൻസ് ഉള്ളവർ വരും. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഈ സിക്ക് നോട്ട്സ് കൊണ്ട് അവർ ചിലപ്പോൾ ഒരു ലോങ്ങർ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് എഴുതാനും ഇങ്ങനെയുള്ള ഒത്തിരി പോസ്റ്റ്പോൺ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് പറഞ്ഞോളൂ. സോറി, അപ്പൊ ഈ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാണ് അല്ലേ? അങ്ങനെ അതൊരു ആഡ് ആൻഡ് ഫാസ്റ്റ്. നമ്മളിപ്പോ ഒരു പനി കോൾഡായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വിളിച്ചിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, പക്ഷെ വിളിക്കുന്നതാണ് നല്ലത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ആദ്യമായിട്ടാണ് ആ സിസ്റ്റവുമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ എനിക്കും അല്ലെങ്കിൽ ഒരു GP ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന് പുള്ളിയും കൺവിൻസ്ഡ് ആയിരിക്കണമല്ലോ. അപ്പം നിങ്ങൾ അസുഖമുള്ള ഒരാൾ 2-3 ദിവസം വീട്ടിലിരിക്കുന്നു, ആ സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്ട്രേറ്റ് അവേ പറ്റിയില്ലെങ്കിലും കുറച്ച് ദിവസം, അല്ലെങ്കിൽ റിസപ്ഷൻ പറയും ഇവിടെ ബിസിയാണ്, എന്നാൽ ഇത്രയും പറഞ്ഞ് യു ക്യാൻ ടോക്ക് ടു ദ റിസപ്ഷൻ, സേ ദാറ്റ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ, ഐ മേ നീഡ് എ സിക്ക് നോട്ട്. അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ഡയറക്റ്റ് GP ആയിട്ട് സംസാരിക്കേണ്ട പോലുമില്ല. അപ്പോൾ ഈ പല കാര്യങ്ങളും നിങ്ങൾ GP പോയി കണ്ട് ബാക്ക് പെയിനോ ഇതൊന്നും പുള്ളി എക്സാമിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സെൽഫ് ലിമിറ്റിംഗ് ആണെങ്കിൽ GPs യൂഷ്വലി ഒരു റീസണബിൾ സിക്ക് നോട്ട്സ് നിങ്ങൾക്ക് തരും. അത് വെച്ചിട്ട് നിങ്ങൾ സിമ്പിൾ പെയിൻ റിലീഫ് എടുത്ത് അത് യൂഷ്വലി അതങ്ങ് മാറിപ്പോക്കോളും. അപ്പോൾ അല്ലാതെ പെട്ടെന്ന് കയറി, അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഇയാളെ അല്ലെങ്കിൽ GPയെ കണ്ടാലേ ഇത് പറ്റുള്ളൂ എന്നുള്ള, അതിനെല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം മതി. ഒരു ഓൺലൈനായിട്ട്, അതായത് ഞാനിപ്പോൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് വെബ്സൈറ്റ്സ് ആണ്. അതിനകത്ത് എല്ലായിടത്തും പാച്ചസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യും. വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മളിപ്പോൾ UK തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ ഹോളിഡേയ്സിന് പോകും 2 weeks. ശരി. അപ്പോ നമ്മളുടെ GP സർജറി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പൊ
അങ്ങനെ വരുമ്പോ നമുക്ക് ആ സ്ഥലത്തുള്ള ജീപ്പിനെ പോയി ഇപ്പൊ ഒരു അസുഖം വന്ന് വലിയ അസുഖമല്ല, എന്നാ ആന്റി പോകേണ്ട ആവശ്യമില്ല, എന്നാ ജീപ്പിനെ കണ്ടാൽ കൊള്ളാം, അപ്പൊ ആ സ്ഥലത്തെ ജീപ്പിനെ നമുക്ക് പോയി കാണാൻ പറ്റും. ഇവിടെ ഇംഗ്ലണ്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണേലും, ഇപ്പൊ നിങ്ങൾ അബർഡീനിലൊരു ടൂറിന് പോയി അവിടെ വെച്ച് നിങ്ങൾക്കൊരു എമർജൻസി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് ആണ്. അതല്ലാതെ ചിലപ്പോൾ മരുന്ന് തീർന്നു പോയി, അല്ലെങ്കിൽ എൻ്റെ മരുന്ന് കാണാതെ പോയി, ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ നിങ്ങളുടെ GP സർജറിയിൽ വിളിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം ടെലിഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ നിൽക്കുന്ന അബർഡീനിലുള്ള ഒരു ഫാർമസിയിലോട്ട് മെഡിക്കേഷൻസ് ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ, റെഗുലർ മെഡിക്കേഷൻ വേണമെങ്കിൽ. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു വയറ്റുവേദന വരുന്നു, വലിയ പ്രശ്നമില്ല, എന്നാലും ഒരു GP കാണുക, അബർഡീനിലെ ഒരു ഡോക്ടറിൻ്റെ സർജറിയിലോട്ട് നിങ്ങൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ നടന്ന് കയറുകയോ ചെയ്തിട്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ, അവർ ടെമ്പററി ആയിട്ട് നിങ്ങളെ കുറച്ച് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ആ പർട്ടിക്കുലർ സ്ഥലത്ത് അവർ നോക്കി എക്സാമിൻ ചെയ്തിട്ട് അതനുസരിച്ച് അവർ ട്രീറ്റ് ചെയ്യും. GP സർജറികളിൽ വാക്കിനായിട്ട് ചെല്ലാൻ പറ്റും, പക്ഷെ നിങ്ങൾ ആദ്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ അപ്പോയിൻമെന്റ് കിട്ടണമെന്നില്ല. അപ്പം അജുവിന് നടന്ന് ചെന്നിട്ട് പറയും, നിങ്ങളുടെ GP പറയാം, ഡോക്ടർ ഞാൻ 3 ദിവസമായിട്ട് നിങ്ങളുടെ റിസപ്ഷനിനോട് പറയാം, GP വിളിക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് കിട്ടുന്നില്ല, വിൽ യു ബി ഏബിൾ ടു കൈൻഡ്ലി ബുക്ക് ആൻ അപ്പോയിൻമെന്റ് ഫോർ മീ മേ ബി ഇൻ എ വീക്സ് ടൈം. അപ്പോൾ ഇതിനെല്ലാം അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത്, എന്നെ ഇപ്പോൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ GP സിസ്റ്റത്തിൻ്റെ ബിസി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് അത് ഫ്രീ ആണ്, ബിസിയാണ്. അപ്പം നമ്മളും ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നിരവധി വിഷയങ്ങളിൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ജീവൻ ട്രസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇത്രയും നേരം GP സർവീസസുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ സോജിക്ക് വളരെയധികം നന്ദി. താങ്ക് യു ഡോക്ടർ.